സ്വന്തമായി അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കൊന്നും അത്തരം കുൽസിത പ്രവൃത്തികളൊന്നും വശമില്ല. അതുകൊണ്ട് അവർ ചോരയും നീരും നൽകി നേടിയെടുത്ത കടല്, അവർ ചോരയും നീരും നൽകി പണിതുയർത്തിയ ഭവനങ്ങള് ഒരു സുപ്രഭാതത്തില് കൈക്കൂലി മേടിച്ചുകൊണ്ട്, കള്ളത്തരം കാണിച്ചുകൊണ്ട്, വികലമായ വീക്ഷണത്തിലൂടെ കടലിനെയും കാടിനെയും തീരെഴുതുന്ന അധികാരികൾക്കും മുഖ്യമന്ത്രിയുള്ള വിവരദോഷികളായ മന്ത്രിമാരുടെ മുന്നിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരാം. ഞങ്ങൾ ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ജീവിക്കേണ്ട ഇടങ്ങളിൽ ഞങ്ങൾ ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ തീരുമാനത്തെ തൊടുവാനായിട്ട് നിങ്ങളുടെ കൊത്തളങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള അധികാര പിമ്പുകൾക്കൊന്നും സാധിക്കത്തില്ല എന്ന് ശക്തിയുക്തം ഞങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിപ്പിച്ചടങ്ങുകയുള്ളൂ. അതിനെ തടുക്കുവാനായിട്ട്, അതിനെ തടയിടുവാൻ മാത്രം ധൈര്യമുള്ള ചങ്കന്മാരൊന്നും നിങ്ങളുടെ പോക്കറ്റിലോ ഈ കേരള സംസ്ഥാനത്തോ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചങ്ക് പോയിട്ട് പരാജയമടങ്ങിയ ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സാമ്പത്തികമായി പരാജയമടഞ്ഞു, സാമൂഹികമായി പരാജയമടഞ്ഞു, ഈ ആരോഗ്യപരമായി പരാജയമടഞ്ഞു, വിദ്യാഭ്യാസപരമായി പരാജയമടഞ്ഞു. അങ്ങനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണവർഗത്തിന്റെ നെറുകേടിനെതിരെയാണ് ഈ സമരം. ഒരു ഭരണവർഗത്തിന്റെ പരാജയങ്ങളെ പരിസമാപ്തിയിൽ എത്തിക്കുവാനായിട്ടുള്ളതാണ് ഈ സമരം. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച 7 ആവശ്യങ്ങളും നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഇനി അദാനി ഈ കടലിൽ ഒരുക്കുവാനായിട്ട് ഉള്ള ധൈര്യവും കരുത്തും മത്സ്യത്തൊഴിലാളികൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഒരു അധികാരത്തിനും മുന്നോട്ട് നിൽക്കുവാനായിട്ടോ മുന്നോട്ട് വരുവാനായിട്ടോ സാധിക്കുകയില്ല. അതുകൊണ്ട് കേരളം ഭരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഏറ്റവും അടിയന്തരമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അത് ആവശ്യപ്പെടുന്ന രീതിയിൽ പരിഗണിക്കുവാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതാണ് എല്ലാവർക്കും നല്ലത്. അത് നേടും വരെയും തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ഈ അതിജീവന പോരാട്ടം എല്ലാ കവാടങ്ങളും അടച്ചുകൊണ്ട്, അദാനിയുടെ കവാടമായാലും ശരി, അധികാരത്തിന്റെ കവാടങ്ങളായാലും ശരി, അത് കൊട്ടിയടയ്ക്കുവാൻ മാത്രം ശക്തിയുള്ള, അതിൻ്റെ മുന്നിൽ തടയിടുവാൻ മാത്രം ശക്തിയുള്ള കരുത്തുറ്റ വള്ളങ്ങളും അതിനു മുകളിൽ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഞങ്ങൾ ഈ തീരത്തിൽ നിന്ന് ഇനി നിങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തുവാനായിട്ടുള്ള ദൂരം വളരെ കുറച്ചാണ്. അതിനുള്ള അവസരമുണ്ടാക്കരുത്. കാടും മേടും കീഴടക്കിയ ഞങ്ങൾക്ക് നിങ്ങളുടെ വിമാനത്താവളങ്ങളും നിങ്ങളുടെ പാർപ്പിടങ്ങളും നിങ്ങളുടെ ക്ലിഫ് ഹൗസുകളും, എന്തിനേറെ നിങ്ങൾ അധികാരം കൊണ്ട് അമ്മാനമാടുന്ന അധികാര കേന്ദ്രങ്ങളും സെക്രട്ടേറിയറ്റുകളും അടച്ചുപൂട്ടുവാനായിട്ട് ഞങ്ങൾക്ക് അധികം സമയം ആവശ്യമില്ല. അതിലേക്ക് ഞങ്ങൾ വലിച്ചിഴയ്ക്കാതിരിക്കുന്നതാണ് അധികാരികൾക്ക് എല്ലാവർക്കും നൽകുന്നത്. അതിന് ഞങ്ങൾ തുനിഞ്ഞാൽ അതും അടച്ചു പൂട്ടുന്നിടത്തോളം ഞങ്ങൾ എത്തും. 61 ദിവസമായിട്ട് ഈ അദാനിയുടെ കവാടം അടച്ചു പൂട്ടിയിട്ട് നിങ്ങളുടെ അധികാരങ്ങള് പഠിച്ച പണി കൊണ്ട് നിങ്ങൾ ധാരാളം ശ്രമിച്ചു നോക്കി. അദാനിയുടെ ഗുണ്ടകളെ ഇറക്കി നോക്കി, അദാനികളുടെ നായ്പ്പട്ടികളെ ഇറക്കി നോക്കി, അദാനികളുടെ വേട്ടക്കാരെ ഇറക്കി നോക്കി. ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു രോമം തൊടാൻ പോലും നിങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു, ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ അതിജീവന പോരാട്ടത്തിനാണ്. ആ പോരാട്ടം അതിൻ്റെ വിജയം കൊയ്യും വരെയും ഞങ്ങളുടെ ജീവൻ ത്യജിച്ചും നേടിയെടുത്തിരിക്കുമെന്ന് അധികാരികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഈ സമരം വിജയം നേടും വരെയും മുന്നോട്ട് തന്നെ കൊണ്ടുപോയിരിക്കും.